പ്രേക്ഷകരെ ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. ഈ കാണുന്ന വയോധികന് 2 മക്കളുണ്ട്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹം കിടന്നുറങ്ങുന്നത് കൊല്ലം ഹാർബറിലായിരുന്നു. വൃത്തിഹീനമായ സാഹചര്യവും എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായപ്പോൾ ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശൻ, ബാബു, ടൈറ്റസ് കടത്തുകാരൻ എന്നിവർ ചേർന്ന് ഇയാളെ എടുത്തു വൃത്തിയാക്കി ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് പോലീസിൻ്റെ നിർദ്ദേശപ്രകാരം അയാളുടെ വീട്ടിലേക്ക് ഓട്ടോയിൽ കയറ്റി വിടുകയും ചെയ്തു. എന്നാൽ തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരെ മക്കൾ ഫോണിൽ വിളിച്ചിട്ട് അച്ഛനെ വീട്ടിൽ കയറ്റില്ല, മര്യാദയ്ക്ക് വിളിച്ചുകൊണ്ട് പോകണം എന്നൊക്കെയായിരുന്നു ഭീഷണി. തൊട്ടടുത്ത ദിവസം തന്നെ മക്കൾ ഓട്ടോയിൽ അച്ഛനുമായി വന്ന് ആ പഴയ സ്ഥലത്ത് തന്നെ അച്ഛനെ ഉപേക്ഷിച്ചിട്ട് പോവുകയായിരുന്നു. തുടർന്ന് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശും ബാബുവും ചേർന്ന് അദ്ദേഹത്തെ സാമൂഹിക നീതി വകുപ്പിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് കൊട്ടാരക്കര പ്രവർത്തിക്കുന്ന ഒരു അഭയകേന്ദ്രത്തിലേക്ക് താൽക്കാലികമായി മാറ്റി. പെരുവഴിയിൽ അച്ഛനെ ഉപേക്ഷിച്ച മക്കൾക്കെതിരെ ജീവകാരുണ്യ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. തുടർന്ന് സാമൂഹിക നീതി വകുപ്പിലും പരാതി നൽകിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. പൂച്ചയോ പട്ടിയോ ഒന്നുമല്ല, ഒരു മനുഷ്യനെയാണ് കൊണ്ടുവന്ന് ഇങ്ങനെ കളഞ്ഞിട്ട് പോയത്. ആ മക്കൾക്കെതിരെ സാമൂഹിക നീതി വകുപ്പ് കേസ് എടുക്കണമെന്നാണ് ആവശ്യം. കൂടാതെ ഇത് നമ്മുടെ മന്ത്രി ബിന്ദു കൃഷ്ണയൊക്കെ ഇതിൽ ഇടപെടണം എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം.